ചെമ്പനീർ പൂവിൻ്റെ പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പനി കൂടുതലായ രേവതിയും കൊണ്ട് സച്ചി ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. പിന്നീട് ഡോക്ടറുടെ റൂമിൽ നിന്ന് ഡ്രിപ്പൊക്കെ ഇട്ട് ഇറങ്ങി വരുന്ന രേവതിയോടായി ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ, 2-3 ദിവസം നല്ല പോലെ റെസ്റ്റ് എടുക്കണം, വീട്ടിലെത്തിയിട്ട് അവിടുത്തെ ജോലികളൊന്നും ചെയ്യാൻ നിൽക്കേണ്ടെന്ന് സച്ചി പറയുമ്പോൾ വീട്ടിലെ ജോലികളെല്ലാം പിന്നെ ആര് ചെയ്യുമെന്ന് രേവതി ചോദിക്കുന്നുണ്ട്. അതിനെല്ലാം വീട്ടിൽ ആൾക്കാരില്ലേ, നീ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ? തീരെ വയ്യാതായ നിന്നെ നോക്കാൻ ആരാ ഉള്ളത്? ഞാൻ ഒരുത്തനല്ലേ ഉള്ളൂ, ജോലി ഒഴിവാക്കി ഞാൻ നിന്റെ കൂടെ ഇരിക്കണമെന്ന് സുധി ചോദിക്കുമ്പോൾ അതൊന്നും വേണ്ട, നിങ്ങൾ ജോലിക്ക് പോയിക്കോ, ഞാൻ ശ്രദ്ധിച്ചോളാം, ഞാൻ കാരണം ഉള്ള ജോലി കൂടി കളയണ്ടെന്ന് രേവതി പറയുന്നുണ്ട്. നീ വീട്ടിൽ പോയി റെസ്റ്റ് എടുക്ക്, 3 ദിവസത്തേക്കാ മരുന്ന് തന്നിരിക്കുന്നത്, ഒരു നേരം കഴിച്ചിട്ട് കുറഞ്ഞൊന്ന് പറഞ്ഞ് മാറ്റി വെച്ചേക്കരുത്, അത് മുഴുവൻ കഴിക്കണം എന്നൊക്കെ രേവതിയോടായി പറഞ്ഞുകൊണ്ട് അവർ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് അങ്ങോട്ടൊരു ആംബുലൻസ് വരുന്നത്. ആ ആംബുലൻസിൽ നിന്നും ശ്രുതിയുടെ അമ്മയാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. രേവതി ഇത് കണ്ട് സച്ചിയോടായി അത് ആദിയുടെ അമ്മൂമ്മയല്ലേ എന്ന് പറയുമ്പോൾ അവർ രണ്ടുപേരും കൂടി ആംബുലൻസിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോഴാണ് അതിൽ നിന്നും ഒരു സ്ട്രെച്ചറിൽ കിടത്തിയിരിക്കുന്ന ആദിയെ അവർ കാണുന്നത്. ആദിക്ക് എന്തു പറ്റിയെന്ന് രേവതി ചോദിക്കുമ്പോൾ കളിച്ചോണ്ടിരുന്നപ്പോൾ ഒരു വണ്ടി ഇടിച്ചിട്ടിട്ട് പോയിന്ന് ശ്രുതിയുടെ അമ്മ പറയുന്നുണ്ട്. സച്ചി അപ്പോഴേക്കും അവനെ ആംബുലൻസിന്റെ സ്ട്രെച്ചറിൽ നിന്നെടുത്ത് ഹോസ്പിറ്റലിന്റെ സ്ട്രെച്ചറിലേക്ക് കിടത്തുന്നുണ്ട്. ആദിയുടെ കണ്ണിനാണ് പരിക്ക് പറ്റിയത്, കണ്ണെല്ലാം മൂടിക്കെട്ടിയിരിക്കുകയാണ്. അവര് 3 പേരും കൂടി ആദിയും കൊണ്ട് എമർജൻസി വാർഡിലേക്ക് പോകുന്നുണ്ട്. ഡോക്ടർ വന്നിട്ട് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ കളിച്ചോണ്ട് നിന്നപ്പോൾ ഒരു വണ്ടി ഇടിച്ചിട്ട് പോയെന്നും വീടിനടുത്തു തന്നെയുള്ള ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചെന്നും സ്കാൻ ചെയ്തപ്പോൾ കണ്ണിനാണ് പരിക്കെന്ന് പറഞ്ഞെന്നും ഇങ്ങോട്ട് കൊണ്ടുവരാനായി പറഞ്ഞെന്നും പറഞ്ഞ് സ്കാനിങ്ങിന്റെ റിപ്പോർട്ടെല്ലാം എടുത്ത് ഡോക്ടർക്ക് കൊടുക്കുന്നുണ്ട്. ഡോക്ടർ ആ റിപ്പോർട്ടെല്ലാം വായിച്ചു നോക്കിയിട്ട് കണ്ണിന്റെ ഞരമ്പിന് പറ്റിയിട്ടുണ്ടെന്നും ഓപ്പറേഷൻ വേണ്ടിവരുമെന്നും പറഞ്ഞ് ആദ്യയെ എമർജൻസി റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ശ്രുതിയുടെ അമ്മ ഇതെല്ലാം കേൾക്കെ സങ്കടം സഹിക്കാനാവാതെ കരയുമ്പോൾ രേവതി അവരെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ആ വണ്ടിയെ പറ്റി എന്തെങ്കിലും അറിയാമോ, ആരാ ഇടിച്ചിട്ടത്, അതിന്റെ നമ്പർ എന്തെങ്കിലും അറിയുമെന്ന് സച്ചി ചോദിക്കുമ്പോൾ അതൊന്നും തനിക്കറിയില്ല, ഞാൻ ആ വണ്ടി കണ്ടില്ലെന്ന് അവർ പറയുന്നുണ്ട്. അവന് വേണ്ടിയാ ഞാൻ ജീവിച്ചിരിക്കുന്നത് തന്നെ, അവൻ എന്തെങ്കിലും പറ്റിയാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല എന്നൊക്കെ അവർ പറയുമ്പോൾ അങ്ങനൊന്നും പറയാതെ, ആദിക്കൊന്നും സംഭവിക്കില്ല, നിങ്ങൾ ധൈര്യമായിരിക്കെ, ഞങ്ങളില്ലേ കൂടെ എന്ന് പറഞ്ഞ് രേവതി അവരെ ആശ്വസിപ്പിച്ച് ഒരു ചെയറിൽ കൊണ്ടിരുത്തുന്നുണ്ട്. അപ്പോഴാണ് ആദിക്ക് ആക്സിഡന്റ് പറ്റിയ കാര്യം കല്യാണിയോട് എങ്ങനെയോ ഒന്ന് പറയാ എന്ന് അവർ ആലോചിക്കുന്നത്. രേവതിയും സച്ചിയും കൂടെയുള്ളപ്പോൾ അവളെ വിളിക്കാനും പറ്റില്ല എന്നൊക്കെ അവർ ഓർത്തോണ്ടിരിക്കെ രേവതിയോടും അമ്മയുടെ അടുത്തേക്കായി ഇരിക്കാനായി സച്ചി പറയുന്നുണ്ട്. നിനക്കെന്താ പറ്റിയതെന്ന് അവർ ചോദിക്കുമ്പോൾ പനി കൂടി ഡോക്ടറെ കാണിക്കാൻ വന്നതാ, ഡ്രിപ്പ് ഇട്ട് പോവാൻ തുടങ്ങായിരുന്നു, അപ്പോഴാ നിങ്ങളെ കണ്ടതെന്ന് രേവതി പറയുന്നുണ്ട്. ശ്രുതി ആ സമയത്ത് ശ്രുതിയുടെ കടയിലായിരുന്നു. ശ്രുതിയുടെ മൊബൈൽ റിങ് ചെയ്യുമ്പോൾ ശ്രുതി അത് എടുത്തു നോക്കി ഒരു നമ്പറിൽ നിന്നാ കോള് വന്നേക്കുന്നേ എന്ന് പറഞ്ഞ് ശ്രുതിക്ക് കൊടുക്കുന്നുണ്ട്. അമ്മയുടെ കോളാണെന്ന് കണ്ട അവൾ അതൊരു ക്ലയന്റ് ആണെന്നും പറഞ്ഞ് ഒരിടത്തേക്ക് മാറി നിന്ന് കോളെടുത്ത്, എന്താ അമ്മേ നിങ്ങളോട് ഈ സമയത്ത് എന്നെ വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, പിന്നെന്തിനാ വിളിച്ചത്, ഇവിടെ ശ്രുതിയുണ്ട് എന്ന് ശ്രുതി പറയുമ്പോഴേക്കും അവർ പൊട്ടിക്കരയുന്നുണ്ട്. അവരുടെ കരച്ചിൽ കേട്ട് ശ്രുതി ടെൻഷനോടെ എന്താ കാര്യമെന്ന് അവരോട് ചോദിക്കുമ്പോൾ ആദിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിരിക്കുകയാണെന്ന് അവർ പറയുന്നുണ്ട്. എന്തു പറ്റി അവനെന്ന് ശ്രുതി ചോദിക്കുമ്പോൾ റോഡിൽ കളിച്ചോണ്ടിരുന്നപ്പോൾ ഏതോ വണ്ടി വന്ന് ഇടിച്ചിട്ട് പോയതാ, കൊച്ചിന് കണ്ണിനാണ് പരിക്ക് പറ്റിയത്, ഓപ്പറേഷൻ വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്നൊക്കെ അവർ പറയുമ്പോൾ അവന് ഞാൻ അമ്മയെ ഏൽപ്പിച്ചിട്ടല്ലേ പോന്നത്, അമ്മ അവനെ ശ്രദ്ധിക്കാത്തതുകൊണ്ടല്ലേ അവൻ ഈ ആക്സിഡന്റ് പറ്റിയത് എന്നൊക്കെ പറഞ്ഞ് ശ്രുതി അമ്മയെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഏത് ഹോസ്പിറ്റലിലാന്ന് ശ്രുതി ചോദിക്കുമ്പോൾ അന്ന് എനിക്ക് വയ്യാഞ്ഞിട്ട് കാണിച്ച ആ ഹോസ്പിറ്റലില്ലേ അവിടെയാണെന്ന് അമ്മ പറയുമ്പോൾ താൻ അങ്ങോട്ട് വരാമെന്ന് ശ്രുതി പറയുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതിയുടെ അടുത്തോട്ട് വന്ന് ഒരു ഡീലറെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. താനീ ബിസിനസ് തുടങ്ങാൻ കാരണം തന്നെ തൻ്റെ വൈഫാണെന്നും അവളാണ് എനിക്ക് എല്ലാത്തിനും സപ്പോർട്ടും എന്നൊക്കെ ശ്രുതിയെക്കുറിച്ച് പറയുമ്പോൾ ശ്രുതി അവരുമായി സംസാരിച്ചിരിക്കെ താൻ അങ്ങോട്ട് വന്നോളാമെന്ന് പറഞ്ഞ് ശ്രുതി അവനെ ഒഴിവാക്കുന്നുണ്ട്. അവർ പോയി കഴിയുമ്പോൾ ശ്രുതി അമ്മയെ വിളിച്ച് താൻ ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്താമെന്ന് പറയുന്നുണ്ടെങ്കിലും നീ ഇപ്പോൾ തന്നെ ഇങ്ങോട്ട് വരണ്ട എന്ന് അമ്മ പറയുന്നുണ്ട്. എനിക്കെൻ്റെ ആദ്യയെ ഇപ്പോൾ കാണണമെന്ന് ശ്രുതി പറയുമ്പോൾ രേവതിയും സച്ചിയും ഇവിടെയുണ്ടെന്ന് അമ്മ പറയുന്നുണ്ട്. രേവതിയും സച്ചിയുമോ, അവരെന്താ അവിടെ, നിങ്ങൾ രേവതിയെ ഫോൺ ചെയ്ത് വിളിച്ചു വരുത്തിയതാണോന്ന് ശ്രുതി ചോദിക്കുമ്പോൾ ഞാൻ അവരെ വിളിച്ചു വരുത്തിയതൊന്നുമല്ല, രേവതിക്ക് പനിയായോണ്ട് അവർ ഡോക്ടറെ കാണിക്കാനായി വന്നതാ, അവർ കാണിച്ചിറങ്ങുമ്പോഴാ ഞങ്ങളെ കണ്ടത്, ആദിയുടെ അവസ്ഥയും എൻ്റെ സങ്കടവും കണ്ട് എനിക്ക് ധൈര്യം തന്ന് അവരാ എൻ്റെ കൂടെ നിന്നത്,
അവരുള്ളോണ്ടാ കുറച്ചു നേരത്തെ തന്നെ വിളിക്കാൻ പറ്റാഞ്ഞത്. അവരിപ്പോൾ ഡോക്ടർ വിളിച്ചോണ്ട് എമർജൻസി വാർഡിലേക്ക് പോയേക്കുവാ. അപ്പോഴാ ഞാൻ നിന്നെ വിളിക്കുന്നത് എന്നൊക്കെ അമ്മ പറയുമ്പോൾ എനിക്ക് എൻ്റെ ആദിയെ കാണണമെന്ന് ശ്രുതി വാശി പിടിക്കുന്നുണ്ട്. സച്ചിയും രേവതിയും ഇവിടെയുള്ളപ്പോൾ എങ്ങനെ വരാനാ? അവർ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ ഞാൻ വിളിക്കാം, അപ്പോൾ നീ ഇങ്ങോട്ട് വന്നാൽ മതി എന്നമ്മ പറയുമ്പോൾ അവർ പോയാ ഉടനെ വിളിക്കണേ അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി കോൾ വയ്ക്കുന്നുണ്ട്. ആകെ സങ്കടത്തോടെ അവൾ ആദിയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അവനിപ്പോൾ ആകെ പേടിച്ചിട്ടുണ്ടാവും. ഈ സമയത്താണ് ഞാൻ അവൻ്റെ കൂടെ തന്നെ ഉണ്ടാവേണ്ടത്. എങ്ങനെയാ ഞാനിപ്പോൾ ആദിയെ കാണാൻ പോകുന്നത് എന്നൊക്കെ ചിന്തിച്ച് ശ്രുതി സങ്കടത്തോടെ നിൽക്കുമ്പോഴാണ് ഒരു കസ്റ്റമറെ ഡീൽ ചെയ്യാനായി ശ്രുതി അങ്ങോട്ട് വിളിക്കുന്നത്. ഒരു കെറ്റിൽ കയ്യിൽ പിടിച്ചോണ്ട് അതിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് ശ്രുതിയോട് പറഞ്ഞു കൊടുക്കാനായി പറയുന്നുണ്ട്. ശ്രുതി അതിന് 2 ഇയർ വാറണ്ടി ഉണ്ടെന്നും 1000 രൂപ വരുന്ന പ്രോഡക്റ്റ് ആണെന്നൊക്കെ പറയുമ്പോൾ ശ്രുതി ചാടിക്കയറി നല്ല പ്രോഡക്റ്റ് ആണെന്നും നിങ്ങൾ ഫ്രിഡ്ജ് ഓർഡർ ചെയ്യുമ്പോൾ ഇത് ഫ്രീ ആയി നൽകാമെന്നും പറഞ്ഞ് ആ പ്രോഡക്റ്റ് അയാൾക്കായി കൊടുക്കുമ്പോൾ ശ്രുതിയെയും വിളിച്ചോണ്ട് അവിടുന്ന് മാറ്റി നിർത്തി സംസാരിക്കുന്നുണ്ട്. എന്താ ശ്രുതി, കെറ്റിൽ ഫ്രീ ആയി കൊടുത്തത് ചോദിക്കാനാണോ? അത് ഫ്രീ ആയി കൊടുത്താലേ വില കൂടിയ ഫ്രിഡ്ജ് വാങ്ങാൻ അയാൾക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഫ്രീ കിട്ടുമ്പോൾ അയാൾ അത് ഉറപ്പായും വാങ്ങും. ഇതെല്ലാം ഓരോ ബിസിനസ് സ്ട്രാറ്റജിയാ എന്ന് ശ്രുതി പറയുന്നുണ്ട്. ഇത് കേട്ട് അതൊരു നല്ല ഐഡിയ തന്നെയാണ്. ഞാനും ഇതേപോലെ ഒരു പ്ലാനിനെ പറ്റി പറയാനാണ് വിളിച്ചത്. കടയിലേക്ക് വരുന്ന കസ്റ്റമറിനെ കണ്ട് മാത്രം ബിസിനസ് ചെയ്തിട്ട് കാര്യമില്ല. പുറത്തു പോയി വലിയ വലിയ കമ്പനികളിലെയും ഹോട്ടലിലെയും ഒക്കെ ഓർഡർ നമ്മൾ സ്വന്തമാക്കണം. അതിനുവേണ്ടി എനിക്കൊരു ഐഡിയ ഉണ്ട്. ഇപ്പോൾ ആ കേറ്റിലില്ലേ, അത് നമുക്ക് ചില പ്രോഡക്ട്സിൻ്റെ കൂടെ ഫ്രീ ആയി കിട്ടുന്നതാ. അതിങ്ങനെ കസ്റ്റമേഴ്സിന് ഫ്രീ കൊടുക്കാതെ വലിയ ഹോസ്പിറ്റലിലേക്കും ഹോട്ടലുകളിലേക്കും ഫ്രീ ആയി കൊടുത്താലോ? അത് വെച്ച് നമ്മുടെ ബിസിനസ് അവിടെ പോയി പ്രൊമോട്ട് ചെയ്യാം. അപ്പോഴേ അവർക്ക് വില കൂടിയ പ്രോഡക്റ്റ് ആവശ്യമുള്ളപ്പോൾ അവർ നമ്മുടെ ഷോപ്പിൽ വന്ന് വാങ്ങൂ എന്ന് ശ്രുതി പറയുമ്പോൾ അത് ശരിയാണല്ലോ, നാളെ തൊട്ട് നമുക്കത് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ശ്രുതി പറയുമ്പോൾ അത് വേണ്ട, ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എനിക്കാണെങ്കിൽ പാർലർ ഇപ്പോൾ വർക്കും കുറവാണ്. ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ ഞാൻ തന്നെ പോയി പ്രൊമോട്ട് ചെയ്യാം എന്ന് ശ്രുതി പറയുമ്പോൾ ശ്രുതി അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ശ്രുതി പോവാനായി തുടങ്ങുമ്പോഴേക്കും ശ്രുതി അവളെ പിടിച്ചു നിർത്തി. നിനക്ക് ഇത്രയും ബുദ്ധി ഉണ്ടായിരുന്നു. ഇതുപോലത്തെ നല്ല നല്ല ഐഡിയകൾ ഇനിയും നമ്മുടെ ബിസിനസ് വളർച്ചയ്ക്ക് ആവശ്യമാണെന്ന് ശ്രുതി പറയുമ്പോൾ ശ്രുതി കെറ്റിലെല്ലാം എടുക്കാനായി പോകുന്നുണ്ട്. ശ്രുതി കെറ്റിലെല്ലാം പാക്ക് ചെയ്ത് പോവാൻ റെഡിയായി ശ്രുതിയോട് യാത്ര പറഞ്ഞിറങ്ങാനായി തുടങ്ങുമ്പോൾ അവൻ ഷോപ്പിന്റെ കുറച്ച് കാർഡ്സ് എടുത്ത് ശ്രുതിക്ക് കൊടുക്കുന്നുണ്ട്. ഇത് കൂടി കൊടുക്ക്, അപ്പോഴല്ലേ അവർക്ക് നമ്മളെ വീണ്ടും കോണ്ടാക്ട് ചെയ്യാൻ കഴിയൂ എന്ന് ശ്രുതി പറയുമ്പോൾ ശ്രുതി അതും വാങ്ങിക്കൊണ്ട് യാത്ര പറഞ്ഞിറങ്ങുന്നുണ്ട്. പിന്നീട് സർജറി എല്ലാം കഴിഞ്ഞ് ഡോക്ടർ പുറത്തിറങ്ങി വരുമ്പോൾ മുത്തശ്ശി അവരുടെ അടുത്തേക്ക് ചെന്ന് ആദിയുടെ കാഴ്ചയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാവോ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും സംഭവിക്കില്ല, കൃത്യസമയത്ത് എത്തിച്ചേർന്നത് കൊണ്ട് വേറെ പ്രോബ്ലം ഒന്നുമില്ല, ഒരു 2 ദിവസം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ മുത്തശ്ശിക്ക് ആശ്വാസമാവുന്നുണ്ട്. വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നും കയറി കാണാമെന്നും ഡിസ്ചാർജ് ചെയ്യുന്ന കാര്യമൊക്കെ പിന്നീട് തീരുമാനിക്കാമെന്നും പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് യാത്ര പറഞ്ഞു പോകുന്നുണ്ട്. തൻ്റെ കൂടെ തന്നെ നിന്ന് ആശ്വസിപ്പിക്കുന്ന രേവതിയോടും സച്ചിയോടുമായി മുത്തശ്ശി, നിങ്ങൾ രണ്ടുപേരും കൂടെ ഇല്ലെങ്കിൽ ഞാൻ എന്തു ചെയ്യുമായിരുന്നു? വളരെ നന്ദിയുണ്ട്. രേവതിക്ക് പനിയൊക്കെ ഉള്ളതല്ലേ, ഇനി നിങ്ങൾ രണ്ടുപേരും കൂടി വീട്ടിലേക്ക് പോയിക്കോന്നൊക്കെ അവർ പറയുമ്പോൾ ഡോക്ടർ ഡിസ്ചാർജിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നുള്ളൂ എന്ന് സച്ചിയും പറയുന്നുണ്ട്. അപ്പോഴേക്കും കെറ്റിലെല്ലാമായി രേവതിയും ഹോസ്പിറ്റലിലേക്ക് വന്നിറങ്ങുന്നുണ്ട്. ശ്രുതി ഹോസ്പിറ്റലിലേക്ക് കയറുന്ന സമയത്ത് തന്നെയാണ് ആദിയെ കാണാനായി അവൻ്റെ മുത്തശ്ശിയും രേവതിയും സച്ചിയും കൂടി അവൻ്റെ വാർഡിലേക്ക് കയറുന്നത്. കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.